നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യ. പൊള്ളുന്ന വേനൽ ചൂടിൽ നിന്ന് തണുപ്പും നനവും മഴയും ഒക്കെ ആയിട്ട് കാലാവസ്ഥ മാറി. ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണിത്. കാരണം ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം അത്ര നല്ലതല്ല എന്ന് വേണം പറയാൻ. തണുപ്പും അന്തരീക്ഷത്തിലെ ഈർപ്പം ഹ്യൂമിഡിറ്റി അഥവാ മോയ്സ്ചർ കൂടുതലായത് കാരണം ഒരു വ്യക്തിയുടെ ശരീരബലവും പ്രതിരോധ ശേഷിയും വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പകർച്ചവ്യാധികളും ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ രോഗങ്ങളും കൂടുതലാണ്. മഴക്കാലത്തെ വേറൊരു പ്രത്യേകത നമുക്ക് വിശപ്പ് അധികമായിട്ട് തോന്നുമെങ്കിലും ദഹനശക്തി വളരെ കുറഞ്ഞ ഒരു കാലമാണ് ഈ മഴക്കാലം. അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ് പ്രോബ്ലം, പുളിച്ചു തികട്ടൽ, വയറുവേദന, ഡയേറിയ പോലുള്ള അസുഖങ്ങൾ വളരെ കൂടുതലാണ്. തണുപ്പ് കാരണം സന്ധിവേദന, ജോയിന്റ് പെയിൻ, അതുപോലെ മുൻപ് എപ്പോഴോ ഉണ്ടായ വീഴ്ചകളുടെ വേദനയൊക്കെ മഴക്കാലത്ത് വീണ്ടും വരുന്നതായിട്ട് കാണാറുണ്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ട് ആയുർവേദത്തിൽ വർഷാ ഋതുചര്യം, അതായത് മഴക്കാലത്ത് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. പ്രതിരോധ ശേഷി കൂട്ടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ചു കാര്യങ്ങൾ പറയാം. ചൂടുവെള്ളം കുടിക്കുക, ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുക, കഴിക്കുമ്പോൾ ലഘുവായിട്ടുള്ള ആഹാരം, അതായത് പെട്ടെന്ന് എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ കഴിക്കുക, ദിവസവും എണ്ണ തേച്ച് കുളിക്കുക, എണ്ണ തേച്ച് 10-15 മിനിറ്റ് ഇരുന്ന ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് ആയുർവേദത്തിൽ പറയുന്നത്. ദിവസവും എണ്ണ തേച്ച് കുളിക്കാൻ പറ്റാത്തവർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ചുക്ക്, കുരുമുളക്, ജീരകം പോലുള്ളവ ഇട്ട് തിളപ്പിച്ച വെള്ളം ചൂടോടെ കുടിക്കുക. ഇതൊക്കെ തന്നെയാണ് പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൽ കർക്കിടക ചികിത്സ എന്ന രീതിയിൽ ചെയ്തു വരുന്നത്. എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിയും കുരുമുളക്, ജീരകം എന്നിവയൊക്കെ ചേർത്ത് എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന ലഘുവായിട്ടുള്ള കർക്കിടക കഞ്ഞി കുടിക്കുന്നതിന്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെയും പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ തത്വ ആയുർവേദ ഹോസ്പിറ്റലിൽ കർക്കിടക ചികിത്സകൾ നടത്തിവരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്യാനായി 9895 112264 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.